പത്തനംതിട്ടയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ സർക്കാർ അനാസ്ഥ തുടരുന്നു. കോഴഞ്ചേരി മല്ലപ്പുഴശ്ശേരി MTLP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ വൈദ്യുതിയില്ല. CPIM പ്രവർത്തകരെത്തി ജനറേറ്റർ സ്ഥാപിച്ചാണ് വൈദ്യുതി എത്തിച്ചത്. വിവരങ്ങളുമായി സുജു ടി ബാബുവാണ് ചേരുന്നത്. സുജു, നേരത്തെയും സമാനമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ ക്യാമ്പിലുള്ളവരൊക്കെ ആവശ്യങ്ങളും പറഞ്ഞിരുന്നു, അവർക്ക് സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന്. എന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവിടുത്തെ സാഹചര്യം? അക്ഷയ്, തീർച്ചയായിട്ടും അക്ഷയ് സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന വലിയ പരാതി ഉയരുന്നു. മാത്രമല്ല, സ്ഥലം MLA കുടിയിരിക്കുന്ന അതിൻ പെറുക്കി റെയിലുകൾ ഇട്ട് നടക്കുകയാണ്, പകരം ക്രിയാത്മകമായ ഇടപെടൽ നടക്കുന്നില്ല എന്ന പരാതി വരുമ്പോഴാണ് മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ MDLP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ്, ആ ക്യാമ്പിൽ വൈദ്യുതി തടസ്സപ്പെടുന്നു. തുടർച്ചയായി തടസ്സപ്പെട്ട ആളുകൾ ഇരുട്ടിലാകുന്നു. ഈ വിവരം അറിഞ്ഞ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരെത്തിയാണ് അവിടെ ജനറേറ്റർ സ്ഥാപിച്ചുകൊണ്ട് ഇരുട്ട് മാറ്റുന്നത്. ആളുകൾ പറയുന്നത് ഈ ഇരുട്ടൊക്കെ മാറ്റാൻ സർക്കാരിന്റെ കണ്ണിലെ ഇരുട്ട് എങ്ങനെ മാറ്റും എന്ന ചോദ്യമാണ് പ്രധാനമായി വരുന്നത്. കാരണം ഇത്രയധികം വിമർശനം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ തുറന്നു കാട്ടുകയും ഈ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലൊന്നും സർക്കാർ പാഠം പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ക്യാമ്പിൽ ഉള്ള ആളുകളുടെ അവസ്ഥ, ചില ആളുകൾ ഇത് കാണുന്നത് ചോദിക്കാം, ക്യാമ്പിൽ അല്പസമയം ഒരു സ്ഥലത്ത് വൈദ്യുതി പോകില്ലേ എന്നാ. ശരിയാകാം, മേഖലയിൽ വൈദ്യുതി പോകാതിരിക്കാം. പക്ഷെ ക്യാമ്പിലുള്ളത് കൊച്ചു കുട്ടികളടക്കം വൃദ്ധരായ ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ക്യാമ്പിൽ കഴിയുന്നത്. അവിടെ കൃത്യമായി വൈദ്യുതി സംവിധാനം ആവശ്യമാണ്. അത് ജനറേറ്റർ എത്തിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാവുന്നതാണ്. എന്നാൽ അതുപോലും സ്ഥലത്തെ പഞ്ചായത്ത് അധികൃതർക്കോ അതല്ല MLA ഇടപെട്ടുകൊണ്ട് MLAക്ക് ഒന്നും തന്നെ സാധ്യമാകുന്നില്ല. അപ്പോൾ ഇത് ഒരു ക്യാമ്പിലെ അവസ്ഥ മാത്രമല്ല, നമ്മൾ വല്ലന ക്യാമ്പിലും അതുപോലെ വല്ലനയുടെ സമീപത്തുള്ള സ്കൂളിലെ ക്യാമ്പ്, വല്ലന SNDP സ്കൂളിലെ ക്യാമ്പിലെ വിഷയമാണ് സംസ്ഥാന വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് AP അനിൽകുമാർ മന്ത്രി വരെ പ്രതികരിക്കേണ്ട അവസ്ഥയുണ്ടായത്. അവിടെ MLA പോലും അവിടെ സാധന സാമഗ്രികൾ എത്തിക്കണമെന്ന ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അവിടെ ആ ക്യാമ്പിൽ, വലന ക്യാമ്പിൽ രാത്രി നമ്മൾ വൈകി എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞ രാവിലെ ഭക്ഷണമില്ലായിരുന്നു, വെള്ളമില്ലായിരുന്നു. പിന്നെ DYFI പ്രവർത്തനം അവിടെ കുടിവെള്ളം എത്തിച്ചത്, ഭക്ഷണം എത്തിക്കാൻ നേതൃത്വം നൽകിയത്. എന്നാൽ MLA അവിടെ എത്തി റെയിൽ തിരിച്ചു പോയി എന്നാണ് ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ തന്നെ വിമർശിക്കുന്നത്. ഇവരെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2018 പിന്നീടുണ്ടായ മുമ്പും അതിന് ശേഷവും കഴിഞ്ഞ 10 വർഷം ഉണ്ടായ പ്രളയത്തിൽ പലതവണ ക്യാമ്പിൽ താമസിച്ച ആളുകളുണ്ട്. അവരെല്ലാം പറയുന്നത് മുൻപ് വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം തകിടം മറിച്ച് ഇന്ന് സംസ്ഥാനത്ത് തന്നെ പട്ടികജാതി ഉന്നതിയിൽ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് എരിക്കാട് ഉന്നതി. അവിടുത്തെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ മാറിയപ്പോൾ രാവും പകലിന്റെ വ്യത്യാസമെന്നാണ്. ഇപ്പോൾ ഈ രാത്രിയിലും ഈ വാർത്ത നൽകുമ്പോൾ അത്തരത്തിൽ പറയേണ്ടതായ സാഹചര്യമാണോ ഉള്ളത് സംശയിക്കേണ്ടതായിരിക്കുന്നു. കാരണം രാവും പകലും പോലുള്ള വ്യത്യാസം എന്നൊരു വലിയ പ്രതിഷേധമാണോ ഉയരുന്നത്. ഈ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി പ്രവർത്തകരെത്തിയാണ് ജനറേറ്റർ സ്ഥാപിച്ച് വെളിച്ചം പുനഃസ്ഥാപിച്ചത്. അക്ഷയ്. ശരി സുജു, എന്തായാലും പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് വീണ്ടും ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു അലംഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ വൈദ്യുതിയില്ല. തുടർന്ന് CPIM പ്രവർത്തകരെത്തിയാണ് ക്യാമ്പിലെ വൈദ്യുതി ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പുനഃസ്ഥാപിച്ചത്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.